Hi friends, എല്ലാവർക്കും നെത്യാസ്മാജിക്കിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു നാടൻ റെസിപ്പി ആയിട്ടാണ്. നമ്മുടെ അയല മീൻ വാഴയിലയിൽ പൊള്ളിച്ചതാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ തൊട്ടടുത്തൊരു കുഞ്ഞു ബെല്ലൈക്കൺ വരും. അതുകൂടി ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും സെലക്ട് ചെയ്യാൻ മറക്കരുത്. അത് എനേബിൾ ചെയ്താൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുള്ളൂ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് ആദ്യം മീനൊന്നും മാരിനേറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ അതിനായിട്ട് വേണ്ടുന്ന പൊടികൾ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, പിന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പും ഒരു നാരങ്ങയുടെ പകുതിയും. ഇത്രയാണ് ആദ്യം നമുക്ക് മീനൊന്ന് മാരിനേറ്റ് ചെയ്ത് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്യാൻ വേണ്ടത്. ഞാനിവിടെ 4 പീസ് അയല മീൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നന്നായി ക്ലീൻ ചെയ്ത് വരഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്കൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ഈ പൊടികളൊക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ 1.5 ടീസ്പൂൺ മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നല്ല എരിവുള്ള മുളകാണ്. കാശ്മീരി ചില്ലി ആണെങ്കിൽ കുറച്ച് കൂടുതൽ എടുക്കാം കേട്ടോ. പിന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പും നമ്മുടെ നാരങ്ങ നീരും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ചെയ്യുന്ന ടൈമിൽ നമ്മൾ ഒരുപാട് പൊടികൾ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഇത് ജസ്റ്റ് ഒന്ന് നമുക്ക് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടുന്ന മസാലയാണ്. അപ്പോൾ ഇനി നാരങ്ങയുടെ പകുതിയും കൂടി ചേർത്തിട്ട് ഇത് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മീനിലേക്ക് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ കൈകൊണ്ട് തന്നെ മസാല പുരട്ടുന്നതാണ് നല്ലത്. അതാകുമ്പോൾ എല്ലാ ഭാഗത്തും നന്നായിട്ട് നമ്മളുടെ മസാല പിടിക്കും. അപ്പോൾ ഇതുപോലെ എല്ലാ മീനും നമുക്കൊന്ന് ചെയ്തെടുത്തിട്ട് ഞാൻ കാണിച്ചു തരാം. നമ്മളുടെ മീനിലൊക്കെ നന്നായിട്ട് മസാലയൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിനൊരു 30 മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അതിനുശേഷം നമുക്കിതൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. ഇതപ്പോൾ 30 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇനി എണ്ണ ഒന്ന് ചൂടായി വരട്ടെ. ഈ എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്കതിലേക്ക് 2 തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ മീനല്ലാതെ പൊരിക്കുമ്പോഴും ഈ കറിവേപ്പില ചേർക്കുന്നത് നല്ലതാണ്. ഒരു പ്രത്യേക ടേസ്റ്റാണ് നമ്മൾ കറിവേപ്പില ഇട്ടിട്ട് മീൻ പൊരിക്കുമ്പോൾ. പിന്നെ ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള മീൻ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് ഫ്രൈ ആയി വരണ്ട, ഒരു ഷാലോ ഫ്രൈ, ഒരു 70 to 75% ഒന്ന് കുക്കായി വരട്ടെ. ഇപ്പോൾ നമ്മളുടെ ഫിഷ് ഒരു സൈഡ് കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അതിന് ശേഷം മറ്റേ സൈഡും കൂടി ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്, ഒരുപാട് തീയാവരുത്. നമ്മുടെ ഫിഷ് ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്, ഒന്ന് ഷാലോ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. പിന്നെ ഇത് നമുക്ക് പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഇതിന് വേണ്ടുന്ന മസാല റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇതേ പാനിൽ തന്നെയാണ് നമ്മൾ മസാല റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് നമുക്കിനി 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. ഇനി കടുക് ഒന്ന് പൊട്ടി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് കൊച്ചുള്ളിയും പച്ചമുളകുമാണ് ചേർക്കാനുള്ളത്. അപ്പോൾ ഞാനിവിടെ 10-20ഓളം കൊച്ചുള്ളി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ 2 പച്ചമുളക്. അപ്പോൾ പച്ചമുളകൊക്കെ നമുക്ക് വേണ്ടുന്ന എരിവിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. ഇനി ഈ ഉള്ളി ഒന്ന് സോഫ്റ്റായി വരണം. അപ്പോൾ നമുക്കൊരു 2 മിനിറ്റ് ഇതൊന്ന് സോട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതൊന്ന് സോഫ്റ്റായി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് സവാളയാണ് ചേർക്കാനുള്ളത്. ഇതൊന്ന് സോഫ്റ്റായി വരട്ടെ. ഇപ്പോൾ ഉള്ളി ഒന്ന് സോഫ്റ്റായി വന്നിട്ടുണ്ട്. അപ്പോഴേക്കും നമുക്കിതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം. അപ്പം ഞാനിവിടെ 2 സവാളയാണ് എടുത്തിരിക്കുന്നത്. 2 സവാള ചെറുതായിട്ട് അരിഞ്ഞാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. അതാകുമ്പോൾ പെട്ടെന്ന് തന്നെ സവാള വാടി കിട്ടും. അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കാം. നന്നായിട്ട് ഇതൊന്ന് വാടി വരട്ടെ. ഇപ്പോൾ സവാള നന്നായി വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 1 തക്കാളി ചെറുതായി അരിഞ്ഞതാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഈ തക്കാളി നന്നായി ഒന്ന് കുക്കായി വരണം. അപ്പോൾ നമുക്കിത് 2 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്യാം. തക്കാളി നന്നായി കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി. അപ്പോൾ മുളക് പൊടി നമുക്ക് വേണ്ടുന്ന എരിവിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ നല്ല എരിവുള്ള മുളകാണ് എടുത്തിരിക്കുന്നത്. കാശ്മീരി ചില്ലി ആണെങ്കിൽ കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുക്കാം. പിന്നെ 3/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 നുള്ള് ഉലുവാപ്പൊടി, പിന്നെ നമുക്ക് മല്ലിപ്പൊടിയാണ് ചേർക്കാനുള്ളത്, 1 ടീസ്പൂൺ
മല്ലിപ്പൊടി. അപ്പോൾ ഇതും കൂടി ചേർത്തിട്ട് ഈ പൊടികളുടെയൊക്കെ ഒരു പച്ചമണം മാറുന്ന വരെ നമുക്കിതൊന്ന് സോട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ പൊടികളുടെയൊക്കെ പച്ചമണം നന്നായി മാറിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് വിനീഗറാണ് ചേർക്കാനുള്ളത്. അപ്പോൾ ഞാനിവിടെ 2 ടീസ്പൂൺ വൈറ്റ് വിനീഗറാണ് ചേർക്കുന്നത്. അപ്പോൾ വിനീഗർ ഇല്ലെങ്കിൽ നമുക്കതിന് പകരം ഒരു നാരങ്ങയുടെ പകുതി അല്ലെങ്കിൽ 1-2 ടീസ്പൂണ് നാരങ്ങാനീര് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇനി വിനീഗറും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കാം. അതിന് ശേഷം നമുക്കിതിലേക്ക് വെള്ളമാണ് ചേർക്കാനുള്ളത്. അപ്പം 3-4 ടേബിൾ സ്പൂൺ വെള്ളം കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരുപാട് വെള്ളം ആവരുത് കേട്ടോ, കാരണം നമ്മളുടെ ഗ്രേവി കുറച്ച് തിക്കായിട്ടിരിക്കണം, എന്നാലേ നമുക്കത് മീനിൽ നന്നായിട്ട് പൊതിഞ്ഞെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ 3-4 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിനൊരു 5 മിനിറ്റും കൂടി അടച്ച് വെച്ചിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നാൽ ഞാനിവിടെ വാഴയില ഒന്ന് വാട്ടി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വാട്ടാതെ എടുക്കുകയാണെങ്കിൽ മീൻ വെച്ചിട്ട് പൊതിയുന്ന ടൈമിൽ അത് പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഒന്ന് വാട്ടിയിട്ട് എടുക്കുന്നതാണ് നല്ലത്. പിന്നെ ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഗ്രേവി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഷാലോ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള മീൻ വെച്ച് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നമ്മൾ ഈ ഗ്രേവി വെച്ചിട്ട് നന്നായിട്ടൊന്ന് പൊതിഞ്ഞെടുക്കണം. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുമ്പോഴേ. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. കുറച്ച് ടൈം എടുക്കുമെങ്കിലും നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. പിന്നെ ഇത് നമുക്കൊന്ന് പൊതിഞ്ഞതിന് ശേഷം ഞാനിവിടെ വാഴനാര് തന്നെയാണിത് കെട്ടാനായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ വാഴനാരില്ല എന്നുണ്ടെങ്കിൽ നൂല് വെച്ചിട്ട് നമുക്ക് ഇത് കെട്ടാം. ഇതൊന്ന് കെട്ടിയിട്ട് ഞാൻ കാണിച്ചു തരാം. ഞാനിപ്പോൾ ഒരെണ്ണം നന്നായിട്ട് പൊതിഞ്ഞെടുത്തിട്ടുണ്ട്, കണ്ടോ. അപ്പം ഇതുപോലെ നമുക്ക് ബാക്കി മീനും വാഴയിലയിൽ പൊതിഞ്ഞതിന് ശേഷം ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ മീനെല്ലാം ഞാൻ നന്നായിട്ട് പൊതിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നമുക്കൊന്ന് ഫ്രൈങ് പാനിലിട്ട് പൊള്ളിച്ചെടുക്കാം. ഞാനിവിടെ ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് ഓയിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ വാഴയില വയ്ക്കുമ്പോഴേ അത് ഇതിൽ ഒട്ടി പിടിച്ചു പോകാൻ ചാൻസ് ഉണ്ട് ചൂടടിക്കുന്ന ടൈമിൽ. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ടാണ് നമ്മളിതിൽ എണ്ണ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള മീൻ വെച്ച് കൊടുക്കാം. അപ്പോൾ അറ്റേ ടൈം നമുക്കിതിൽ 2 എണ്ണേ ചെയ്യാൻ പറ്റുള്ളൂ, ബാക്കി നമുക്ക് അതിന് ശേഷം ചെയ്യാം. ഇനി ഇത് നമ്മൾ ഒരു 7 മുതൽ 10 മിനിറ്റ് വരെ ലോയുടെയും മീഡിയത്തിൻ്റെ ഇടയ്ക്കുള്ള ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് 7 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. ഒരുപാട് തീയാവരുത്. ഇപ്പോൾ ഒരു സൈഡ് റെഡി ആയിട്ടുണ്ട്. 7 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു മണം വരും കേട്ടോ. ആ വാഴയിലയുടെയും ആ മസാലയുടെയൊക്കെ നല്ലൊരു മണം വരും ഈ ഒരു ടൈമിൽ. അപ്പോൾ ഇനി ഇതേപോലെ തന്നെ നമുക്ക് മറ്റേ സൈഡും 7 മിനിറ്റോളം ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് നമുക്ക് വീണ്ടും അടച്ചു വെച്ച് ഒരു 7 മിനിറ്റ് കഴിഞ്ഞിട്ട് നോക്കാം. ഇപ്പോൾ മറ്റേ സൈഡും റെഡി ആയിട്ടുണ്ട്, കണ്ടോ. ഇലയൊക്കെ നന്നായി വാടി വന്നിട്ടുണ്ട്. ഇനി ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് ചരിച്ചു വെച്ച് കൊടുക്കുന്നുണ്ട്. ആ 2 വശം കൂടി ആ ഇലയ്ക്ക് ഒന്ന് വാടി വരാനായിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അതിന് ശേഷം നമുക്കിത് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. എന്നിട്ട് ഞാൻ ഇതിൻ്റെ ഉള്ള് തുറന്ന് കാണിച്ചു തരാം. ഫൈനലി നമ്മളുടെ മീൻ വാഴയിലയിൽ പൊള്ളിച്ചത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിതൊന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കാം. നല്ല മണം വരുന്നുണ്ട് കേട്ടോ. മണം മാത്രമല്ല, നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഒപ്പം ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പം ഞാൻ ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. അയല പൊരിച്ചതുണ്ട്, കരിമീൻ വറുത്തതുണ്ട്, കുടംപുളിയിട്ട് വെച്ച നല്ല ചെമ്മീൻ കറിയുമുണ്ട്. അപ്പം നല്ല അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്സ് ഒക്കെ അറിയിക്കുക. മറ്റൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ താങ്ക്